മറ്റു വാർത്ത പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ്. ഇറാനുമായി സമാധാന ധാരണാപത്രം ഇന്ന് ഒപ്പുവെക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവന. പക്ഷേ ഇറാൻ അത് സമ്മതിച്ചു നൽകുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇറാൻ ആണവശക്തി ആകില്ലെന്ന് അടക്കമുള്ള വ്യവസ്ഥകളാണ് കരാറിന്റെ ഭാഗമായി അമേരിക്ക ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കരാർ ഒപ്പുവെച്ചാൽ ഉടൻ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കും എന്നും ട്രംപ് അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണമില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. പാകിസ്ഥാനാണ് മധ്യസ്ഥ ചർച്ചകൾ വഹിക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയൊക്കെ ഇന്ന് കരാർ ഒപ്പിടുമെന്നുള്ള അവകാശവാദം മുന്നോട്ട് വെക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വി വിനോദ് നാഷണൽ ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, ഇതിപ്പോൾ ട്രംപ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറയുന്ന കാര്യത്തിൻ്റെ ഒരു ആവർത്തനം എന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷെ അതിനൊരു ഡേറ്റ് പറയുകയാണ്, ഇന്നിപ്പോൾ ഞായറാഴ്ച ദിവസം ഒപ്പുവെക്കും എന്നുള്ളത്. എന്താണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് കർശനമായ ചില വ്യവസ്ഥകൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നറിയുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം അത് പൂർണ്ണമായും ഇല്ലാതാക്കും, ആണവായുധങ്ങൾ പിടിച്ചെടുക്കും, യുറേനിയം അടക്കം പിടിച്ചെടുക്കും, ഇറാൻ ആണവായുധം നിർമ്മിക്കില്ല എന്ന് ഉറപ്പാക്കും എന്നും മറ്റുമാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഇറാൻ സമ്മതിക്കാൻ ഇടയുണ്ടോ ഈ പുതിയ സാഹചര്യത്തിൽ? രഞ്ജിത്ത്, ഇരു രാജ്യങ്ങളും പുറത്തുവിട്ട കരാറിൻ്റെ വിശദാംശങ്ങൾ അത് വ്യത്യസ്തമാണ്. അമേരിക്ക പുറത്തുവിട്ട കാര്യങ്ങളല്ല ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു അനിശ്ചിതത്വം തുടരുന്നതും. ഈ കരാർ ഒപ്പിടുമോ ഇല്ലയോ എന്നതിൽ ഇതുവരെ ഒരു ധാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പ് ഉണ്ടായിട്ടില്ല. ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല. ഡൊണാൾഡ് ട്രംപ് ആകട്ടെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുമുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ആഴ്ച തന്നെ ഈ കരാർ ഒപ്പിടുമെന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് ഈ കരാർ ഒപ്പിടുന്നു എന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം വരുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഉൾപ്പെടെയുള്ളവരും ഈ കരാർ യാഥാർത്ഥ്യമാകും എന്ന് അവകാശപ്പെടുന്നുണ്ട്. അവരാണ് ഈ മധ്യസ്ഥ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അങ്ങനെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ കരാർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുകൂലമായ തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇതൊരു ഡിജിറ്റലായിട്ടുള്ളൊരു ഒപ്പുവെക്കലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയുള്ള ഒരു ധാരണയിലെത്തുക ആയിരിക്കുമോ എന്ന കാര്യത്തിലും ഒരു ഉറപ്പില്ല. ഒരു ഇലക്ട്രോണിക് സൈനിങ് എന്ന നിലയ്ക്കുള്ള ആലോചനകളാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ JD വാൻസ് കരാറുമായി ബന്ധപ്പെട്ട് ഈ ഒപ്പുവെക്കുമെന്നാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. അതും ദിവസങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഒരു പ്രഖ്യാപനമാണ്. അങ്ങനെ JD വാൻസ് ഒപ്പുവെച്ചാൽ ഇറാൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഒപ്പ് അല്ലെങ്കിൽ ഈ കരാർ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള നടപടിയിൽ ആരായിരിക്കും മുൻകൈ എടുക്കുക എന്നതിലും ഒരു ഉറപ്പുമില്ല. മാത്രമല്ല, അബ്ബാസ് അരാക്ചി, അത് വിദേശകാര്യമന്ത്രിയാണ് ഇറാൻ്റെ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന പോലും ഇതിൻ്റെ സമയം തീരുമാനിച്ചിട്ടില്ല എന്നതാണ്. കരാറുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ സമാധാന കരാറിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ $24 ബില്യൺ ആസ്തി ഫ്രീസ് ചെയ്തിട്ടുണ്ട് ഇറാൻ്റെ വസ്തുവകകൾ, അത് തിരികെ കിട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെ ഉറപ്പ് ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ലെബനിലേക്കടക്കമുള്ള ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ അത് നിർത്തുമോ, അത് എന്നേക്കുമായി അവസാനിപ്പിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ഈ കരാറുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപും താനും അത്ര സ്വരച്ചേർച്ചയിലല്ല, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്നില്ല എന്ന് നെതന്യാഹുവിൻ്റെ പ്രസ്താവന കൂടി വന്നിരിക്കുന്നു. അതായത് ഇസ്രായേലും അമേരിക്കയും ഒന്നു ചേർന്നുകൊണ്ടാണ് ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു കരാറിനെ കുറിച്ച് വരുമ്പോൾ, ഇന്ന് ഒപ്പിടുമെന്ന് പറയുന്ന കരാറിൻ്റെ കാര്യത്തിൽ അമേരിക്ക പറയുന്ന കാര്യങ്ങളോട് പൂർണ്ണമായി യോജിപ്പില്ല എന്ന നിലപാടിലേക്ക് ഇസ്രായേൽ പോകുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇതിനകത്ത് വലിയ അവ്യക്തത ഉണ്ട് എന്ന് പക്ഷേ അപ്പോഴും ട്രംപ് പറയുന്നത് ഞായറാഴ്ച ഈ ദിവസം കരാർ ഒപ്പിടുമെന്നാണ്. വിനോദ് പറഞ്ഞ പലവിധ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് ഇറാൻ്റെ പ്രതികരണം വന്നിട്ടില്ല. ഇറാനാണല്ലോ ഈ കരാറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കക്ഷികളിൽ ഒരാൾ. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ ഇന്നലെ ഇറാൻ മാധ്യമങ്ങളിൽ തങ്ങളുടെ സ്വത്തുക്കൾ തിരിച്ചു നൽകുമെന്നും വൻതോതിൽ പണം ലഭിക്കുമെന്നുമൊക്കെ ഇറാൻ്റെ മാധ്യമങ്ങളിൽ വന്നതിനോട് ട്രംപ് രോഷം പ്രകടിപ്പിച്ചതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ രണ്ട് വ്യവസ്ഥകളാണ് ഈ രണ്ടു രാജ്യങ്ങളും മുന്നോട്ട് വെക്കുന്നത് എങ്കിൽ കരാർ യാഥാർത്ഥ്യമാകില്ലല്ലോ. ഏകപക്ഷീയമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള നീക്കം ഇപ്പോഴും അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നോ എന്ന് സംശയവും ഉയരുന്നുണ്ട്. രഞ്ജിത്ത്, ഇപ്പോഴും വെല്ലുവിളിയുണ്ട്. ഈ കരാറിലേക്ക് എത്തിയില്ലെങ്കിൽ വലിയ ആക്രമണം ഇറാൻ നേരിടേണ്ടി വരും എന്ന ഒരു വെല്ലുവിളിയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അതായത് നിർബന്ധപൂർവ്വം ഈ ഒരു കരാറിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇറാനെ അങ്ങനെ പ്രേരിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ഇതൊക്കെ തന്നെ. കാരണം ഇറാനെ സംബന്ധിച്ച് ഹോർമൂസിൽ അവർക്ക് പരമാധികാരം നിലനിർത്തണം എന്ന ആവശ്യമാണ്. അമേരിക്ക ആകട്ടെ പറയുന്നത് ഇറാനിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരു കാരണവശാലും ഇറാനെ ആണവശക്തിയാകാൻ അംഗീകരിക്കില്ല.
ആ യുറേനിയം തിരികെ എടുക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ധാരണയുടെ ഭാഗമായി അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല ഈ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ തന്നെ ഹോർമൂസ് പരിപൂർണമായി കപ്പലുകൾക്ക് തുറന്നു കൊടുക്കണം. എല്ലാ രാജ്യങ്ങളുടെ കപ്പലുകൾക്കും സുഗമമായി സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഹോർമൂസിനെ മാറ്റണം എന്ന ആവശ്യം അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ ഹോർമൂസിലെ നിയന്ത്രണം വിട്ടുകളയാൻ ഇറാൻ തയ്യാറല്ല. ലോകത്താവശ്യമായ ഈ ഇന്ധനത്തിൻ്റെ 1/5 കടന്നു പോകുന്നത് ഹോർമൂസ് വഴിയാണ്. ഇറാന് വലിയ തീരം ഉള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവർ അത് വിട്ടുകളിക്കുന്ന ഒരു നടപടിയിലേക്കും പോകുന്നില്ല എന്ന് തന്നെയാണ്. അവിടെ ഇപ്പോൾ ARGCയുടെ ഭാഗത്ത് നിന്ന് ഏർപ്പെടുത്തിയിട്ടുള്ള നാവിക ഉപരോധമുണ്ട്, നിയന്ത്രണമുണ്ട്. അത് ഇറാൻ തുടരുകയാണ് ഈ കരാറിലേക്ക് പോകുമ്പോൾ എന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇറാൻ തുടരുകയാണ്. ഹോർമൂസ് പൂർണ്ണമായി തുറന്നു കൊടുക്കുമോ എന്ന കാര്യത്തിൽ ഇത് ഒരുപാട് ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും ഉണ്ട്. ഇതിനിടയിലാണ് ട്രംപ് തുടർച്ചയായി ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് എന്ന് ശ്രദ്ധേയമാണ്. കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്.